ഈ CPM എന്താ ചെയ്യുന്നത്? ഖജനാവ് മുഴുവൻ കട്ടു, അമ്പലം മുഴുവൻ വിഴുങ്ങി. ഇപ്പൊ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് അടിച്ചു മാറ്റുക. രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ ബമ്പർ. തിരുവനന്തപുരത്ത് ഒരു വിഷ്ണു രക്തസാക്ഷി ഉണ്ടായി. അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവന് മന്ത്രി ഇടപെട്ട് ട്രിപ്പിൾ പ്രമോഷനാണ്. വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. എടോ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കൾ ജയിലിൽ പോയി. എന്തൊരു അഭിമാനമാണ് CPM-ന്. ഒരു നടപടി പോലും എടുത്തില്ല. നടപടി എടുത്ത ഇപ്പം മിടുക്കന്മാരായി നടക്കുന്ന പലരെ കുറിച്ച് അവര് പറയും. അവര് കൂടി ജയിലിൽ പോകും. അതുകൊണ്ടാണ് നടപടി എടുക്കാത്തത്. അയ്യപ്പന്റെ സ്വർണം മാത്രമല്ലല്ലോ, ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിരുന്ന അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM-കാര് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. എന്നിട്ട് ഈ കള്ളന്മാര് അതിന്റെ ഒരു വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പില്. അതുപോലെ മുടുക്കന്മാരാണ്. എന്നിട്ട് അത് കൊണ്ടുപോയി അവിടെ വെച്ചിരിക്കുക. കോടതി പറയണ കേൾക്കണം. 2019 മുതൽ കളവ് തുടങ്ങി. കട്ടളപ്പടിയും വാതിലൊക്കെ അടിച്ചു മാറ്റി. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാർ എന്ത് ചെയ്യും? വീണ്ടും കേൾക്കും. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ പറയണില്ല, ഓൻ പറഞ്ഞ് 2024 വീണ്ടും പൂശണം എന്നുവെച്ചാൽ വീണ്ടും കക്കണമെന്നാണ്. കോടതി പറഞ്ഞു വീണ്ടും പൂശണം എന്ന് പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കിയെന്നാണ് കോടതി പറഞ്ഞത്. വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കിയിട്ട് പറയാ പൂശണം. അപ്പൊ അവിടുത്തെ ഒരു ദേവസ്വം കമ്മീഷണർ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ, പോറ്റിക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നോക്കിയിരുന്നോ? തൽക്കാലത്തേക്ക് രക്ഷപ്പെടുള്ളൂ. നോക്കിയിരുന്നോ? വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞെട്ടിച്ചതാകുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തൻ ഞെട്ടിപ്പോയി. ആഗോള അയ്യപ്പ സംഗമം. എന്തായാലും ഞങ്ങൾക്കാർക്കും ഒരു പിടി കിട്ടിയില്ല. ഈ കഴിഞ്ഞ ആഴ്ചക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? കണക്ക് ചേരണ്ട. 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവ് 12 കോടി. അത് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റുകാരുടെ റിപ്പോർട്ട് വായിച്ചാൽ നമ്മൾ ചിരിച്ചു മണ്ണ്. അതായത് 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേര്. കള്ളക്കണം. ലഞ്ച് കഴിച്ചത് 4000 പേര്. അത്താഴായപ്പോൾ 5000 പേര്. കിടക്ക വരെ അടിച്ചു മാറ്റി അവിടെ കൊണ്ടുവന്നു. നന്ദഗോപ വചന സംഘം അവിടെ ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. അവന്മാരെ പരിസരത്തേക്ക് പോയിട്ടില്ല. ഗാനമേളക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ആ ജില്ല കയറിയിട്ടില്ലേ? അത് അങ്ങനെ പോലെ കൊല്ലത്ത് ഈ പ്രേമന്റെ നാട്ടില നമ്മുടെ LDF ഭരിക്കുകയാണ് കോർപ്പറേഷൻ. അപ്പൊ അവരൊരു ഫെസ്റ്റിവൽ നടത്തി. എന്നൊരു കുതിരയെ കൊണ്ടുവന്നു. കണക്കാണ്. കുതിരയെ കൊണ്ടുവരുമ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ ചെലവ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വാഹനത്തിന്റെ ചെലവ് വൗച്ചറിൽ എഴുതി. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ എഴുതി. കുതിരയെ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ ഓഡിറ്റുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടി ഏതാണെന്നറിയാമോ? മാരുതി 800. മാരുതി 800 കാറിൽ കുതിരയെ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തിയവന്മാരാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആണ് എവിടെ കിട്ടിയ അല്ലെ? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റുമോ? ആരെങ്കിലും? പിന്നെ ഒടുക്കത്തെ പ്രഖ്യാപനങ്ങളാണ്. എന്തായിരുന്നു? തീരപ്രദേശത്ത് 12000 കോടി. ഞാൻ ഇടുക്കി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇടുക്കി ജില്ലക്ക് 12000 കോടി 5 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച പിണറായി വിജയൻ. ഇപ്പൊ എന്താ എല്ലാവരും പറയാണ്? പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കിന്റെ വില ഒന്നല്ല. ചാക്കിന് പിന്നെ വിലയുണ്ട്. ചാക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇതുകൊണ്ട് ഒരു കാര്യമില്ല. പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് ചുമ്മാ പ്രഖ്യാപനമാണ്. 2021 ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ 1200 രൂപയുടെ പെൻഷൻ 2500 രൂപയാണ്. ഇല്ലേ? എല്ലാവരും കുറെ പേര് വോട്ട് ചെയ്ത് പാവങ്ങൾ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ആഴ്ച 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളിയെ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്ത് 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ടു. നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. ഇല്ലേ? അവർക്കറിയാം ഈ 5 കൊല്ലത്തെ പെൻഷൻ തരാന്ന് പറഞ്ഞ് പറ്റിച്ച് 2 മാസം പെൻഷൻ തന്നുള്ളൂ. ഇനി അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ കൊടുക്കേണ്ടത്
UDF സർക്കാരാണ് എന്നവർക്ക് തിരിച്ചറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഈ കേരളത്തിനെ മാറ്റും. നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യബോധത്തോടു കൂടി നമ്മളെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഒരു കേരളം അതിവിടെ ഉണ്ടാകും. ഈ ദുർഭരണത്തിന് അവസാനമാകും. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് ടീം UDF. നെടുമങ്ങാട്, നമുക്ക് നഷ്ടപ്പെട്ട നെടുമങ്ങാടിൽ ഒരു UDF MLA ഉണ്ടാവുമോ? ഉറപ്പ് പറ. ആ ഉറപ്പ് സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ഇന്നു മുതൽ കഠിനാധ്വാനം ചെയ്യണം, പോരാളികളെ പോലെ.